നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷൻ. എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, 2 ദിവസം ചില സാങ്കേതിക കാരണത്താൽ പരിപാടി നടത്തിയില്ല. ആദ്യമായിട്ട് സിനിമ എന്ന സീരിയൽ വ്യൂവേഴ്സ് അസോസിയേഷൻ്റെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ പ്രസിഡന്റ് നിലയിൽ കൂടി പറയാണ് ഈ മമ്മൂട്ടി സാഹിബ് അല്ലെങ്കിൽ മമ്മൂട്ടി സാർ അല്ലെങ്കിൽ മമ്മൂട്ടി അവർ അദ്ദേഹം പ്രേം നസീറിൻ്റെ അവസാന നാൾ ഒന്ന് ശരിക്കും പഠിക്കുന്നത് നന്നായിരിക്കും. എന്താ വെച്ചാൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, ഇത് കേൾക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിന് ചെവിയിൽ എത്തിക്കണം. മറ്റൊന്നുമില്ല, 75-76 വയസ്സായ മമ്മൂട്ടി ഒരു രോഗബാധിതനായി, അത് മാറി എന്ന് പറയുന്നത് സന്തോഷം, വളരെ സന്തോഷം. പക്ഷേ ഇനിയുള്ള കാലം അദ്ദേഹം അഭിനയത്തിലേക്ക് തിരിച്ചു വിട്ട് ആരോഗ്യം ശ്രദ്ധിക്കാതെ എന്താണ് ആഗ്രഹം, ഇനി എന്ത് നേടാനുള്ളത്, ഇനി എന്തൊക്കെ ചെയ്താലും ഇനിയുള്ള കാലത്തിൽ അദ്ദേഹം ആദ്യം ഉദ്ദേശം അത്രയൊന്നും രംഗത്ത് എത്താൻ പോകുന്നില്ല. അപ്പം അതുകൊണ്ട് ദയവ് ചെയ്ത് സിനിമാ ഫീൽഡിലേക്ക് മാറി സ്വസ്ഥമായുള്ള ജീവിതം സന്തോഷവും സമാധാനമായിട്ടും ജനോപകാരപ്രദമായിട്ട് ചെയ്യണമെന്ന് നിങ്ങൾ ഫാൻസുകളും മറ്റ് ബുദ്ധിജീവികളും മമ്മൂട്ടി യഥാർത്ഥ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരും നിങ്ങൾ ഉപദേശിക്കണം. ഇനി എന്ത് നേടാനാണ്? ഇനി എന്താണ് ആവശ്യം? പണമാണോ, പ്രതാപമാണോ? ഇനി ഏതായാലും കഴിഞ്ഞ കാലത്ത് പ്രതാപവും പ്രശസ്തിയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം ആൾ രോഗിയായി പോയി മാത്രമല്ല, ആവശ്യമാണിത്. അപ്പോൾ ദയവ് ചെയ്യണം. ഞാൻ പ്രേം നസീറിൻ്റെ കാര്യം പറയാൻ കാരണം, ആ മനുഷ്യൻ മണ്ടത്തരം കാണിച്ചു. അദ്ദേഹത്തെ ഞാൻ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ആളാണ്, നല്ലൊരു മനുഷ്യസ്നേഹിയാണ്. പക്ഷേ ആ കോൺഗ്രസിൻ്റെ കെണിയിൽപ്പെട്ട് അദ്ദേഹം കരുണാകരൻ്റെയൊക്കെ അവസ്ഥ ഉണ്ട്. ഞാൻ കരുണാകരജി കൈ കൊടുത്തിട്ട് ഒരു 3 വയസ്സുകാരൻ്റെ കുട്ടിയെപ്പോലെ അത്ര റെസിസ്റ്റൻസ് പവർ ഇല്ലാത്ത ആൾ കരുണാകരജി. കാരണം ഒരു ഇഡലി, അര ദോശ അങ്ങനെയൊക്കെ കഴിച്ച് ശരീരം കൂടാതെ ഒക്കെ നോക്കി നോക്കുന്ന ആളാണ്. അതുപോലെ തന്നെയാണ് മമ്മൂട്ടി പിന്നെ പ്രേം നസീറും. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അന്നാണ് സിനിമ ഷൂട്ട് കഴിഞ്ഞ് കാലിൽ മുറിവുണ്ടായിട്ട് വീട്ടിൽ ചെന്നിറങ്ങുന്നു. ഞാൻ തലേന്ന് ട്രെയിനിൽ പോയി വെളുപ്പിനോടെത്തി, അദ്ദേഹം വെളുപ്പിന് ഫ്ലൈറ്റിലെത്തി. അങ്ങനെ കണ്ട് സംസാരിച്ചേക്കാണ്. വളരെ സ്മൂത്താണ്. 140 മണ്ഡലങ്ങളിൽ നിരന്തരമായിട്ട് കോർണർ മീറ്റിങ്ങുകളെല്ലാം ആ മനുഷ്യനെ ഈ കോൺഗ്രസിലെ ചില കുബുദ്ധികളും ട്രിവാൻഡ്രം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചില നായക ലോബി, എല്ലാവരും അല്ല, ഓയും കൂടി ഇദ്ദേഹം ഇനി കേരളത്തിലേക്ക് വന്ന് രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ ബാധ്യത മറ്റ് സമുദായങ്ങൾക്കാവും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സവർണ ക്രിസ്ത്യാനികൾക്കും സവർണ നായകനും ആകുമെന്ന് തോന്നിയിട്ട് അകർക്കാൻ വേണ്ടി വളരെയധികം ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിൻ്റെ അവസാന കാലം ആരാണ് അദ്ദേഹത്തെ കാണാൻ പോയത്? ഏതൊരു മന്ത്രിയുടെ റെപ്രസെൻറ്റേറ്റീവ് കയ്യിൽ ഇത് വരട്ടി, പിന്നെ 5-ാം പനിയുടെ വരട്ടി അങ്ങ് ഷെയ്ക്കാൻ കൊടുത്ത്, അങ്ങനെയൊക്കെയാണ് 5-ാം പനി വന്നൊക്കെ കൊന്നെടുത്ത് ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ആ മനുഷ്യന് ബുദ്ധിയുടെ ഒരു അംശം ഉണ്ടായിരുന്നെങ്കിൽ, അങ്ങനെയൊന്നും പറയാൻ എനിക്ക് പറ്റില്ല. ഞാൻ നിങ്ങൾ 3 മേഖലാ സമ്മേളനത്തിൽ വരാം, കോഴിക്കോട്, കൊച്ചി, ട്രിവാൻഡ്രം. അതിൽ ഒതുക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞോ? രാഷ്ട്രീയത്തിലെ ആവേശം മൂത്താണ്ടല്ലോ, പിന്നെ അങ്ങോട്ട് ആരുമില്ല, കണ്ടിന്യൂഷൻ പോലെ ഗ്യാപ്പില്ലല്ലോ. അങ്ങനെയാണ് ഷുഗർ കൂടി, പ്രഷർ കൂടി, പല അസുഖം വന്ന് അതിൻ്റെ കാല് പൊട്ടി, എന്ത് പറയുന്നു, അദ്ദേഹത്തെ ജീവിതം അവസാനിപ്പിച്ചു പല കോണിൽ കൂടി. അങ്ങനെ ഉള്ള സന്ദർഭത്തിൽ മമ്മൂട്ടി സാഹിബേ, നിങ്ങൾ ദയവ് ചെയ്ത് ഈ ഭൂമുഖത്ത് കുറച്ചു കാലം ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമയൊക്കെ ഉപേക്ഷിച്ച് മനസ്സ് ശാന്തമായിട്ട് സ്ഥിരതയോടുകൂടി നിഷ്കളങ്കമായ രീതിയിൽ ജനങ്ങളെ സേവിച്ചും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചും മുന്നോട്ട് പോകണം. പിന്നെ ചിലർക്ക് ആഗ്രഹമുണ്ട്. എൻ്റെ സുഹൃത്താണ് ഇടവ ബഷീർ, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കൺവേർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം വെച്ചാൽ ഞാൻ പാടിക്കൊണ്ടിരിക്കുക സ്റ്റേജിൽ വെച്ച് വീണ് മരിക്കണമെന്നായിരുന്നു. അതുപോലെ നടന്നത്. പാടിക്കൊണ്ട് മുഹമ്മദ് റാഫിയുടെ പാട്ട് പാടി ലാസ്റ്റ് സ്റ്റേജിൽ വെച്ച് വീണ് മരിച്ച്. അങ്ങനെ വല്ല ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയുന്നില്ല. അതല്ലെങ്കിൽ നിങ്ങൾ ഇത് നിർത്തി മുന്നോട്ട് സമാധാനമായിട്ട് പോകണം. വളരെ അപകടം. ഇപ്പം ലേലം എന്ന സിനിമയിലെ യഥാർത്ഥത്തിൽ സോമൻ അറിഞ്ഞ് അഭിനയിച്ചൊരു ഭാഗമാണ് ലേലത്തിൽ. അത് അധികം കാലം നിന്നില്ല, അത് ശരീരം തട്ടി ഹാർട്ടിനൊക്കെ ഫലിച്ചത്. അത്ര കണ്ട് ആധികാരികമായിട്ട് ഒറിജിനാലിറ്റി അഭിനയിച്ച
അത് അപകടമാണെന്ന് പറയാണ് ഞാൻ. ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു. ആരാധിക്കുന്ന അള്ളാഹുവിന് മാത്രം. അത് ശ്രദ്ധിക്കുക. മറ്റൊന്ന്, മെഡിക്കൽ കമ്പനികളിലേക്ക് ഒരുപാട് മെഡിക്കൽ കമ്പനികളുടെ തട്ടിപ്പ്. ഉദാഹരണമായി പാരസെറ്റമോൾ ലിക്വിഡ് 100 ml അതിൽ ഇട്ടിരിക്കുന്ന പ്രിന്റിംഗ് പ്രൈസ്, മാക്സിമം റിറ്റെയിൽ പ്രൈസ് 547 രൂപ, 574 രൂപ. അത് വിൽക്ക് 150 രൂപക്ക്. അപ്പോൾ എത്ര ഇരട്ടിയാണ്? 4-5 ഇരട്ടി കൂട്ടിയാലിവിടെ. ഒരു ഇന്റർനാഷണൽ കമ്പനി അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനിയാണിത്. പിന്നെ രാജസ്ഥാനിൽ വർക്ക് ചെയ്യുന്ന ബോംബെയിലെ ഏജൻസി, ഓൾ ഡിസ്ട്രിബ്യൂട്ടർ, സോൾ സെല്ലിംഗ് ഏജന്റ്, 574 രൂപ എന്ന് പ്രിന്റ് ചെയ്ത് എൻ്റെ കയ്യിലിരിപ്പുണ്ട്. പ്രിന്റ് ചെയ്ത സാധനം വിൽക്ക് 150 രൂപ. 150 രൂപ കടക്കാരൻ വിൽക്കുമ്പോൾ ഒരു 20 രൂപ ലാഭമല്ലേ, 130 വരുന്നുള്ളൂ. ആ 30 കമ്പനി കിട്ടുക. അപ്പോൾ 100 മുടക്കുള്ളൂ. 100 മുടക്കുള്ളതിന് അവ ഏട്ടിക്കെന്തറിയോ? 576. അതിനർത്ഥം നമ്മുടെ ഗവൺമെന്റിന്റെ ഉദാസീനതയാണ്. എന്തുകൊണ്ടോ അറിയോ? കവർ ചെയ്ത സ്ഥാനത്തിൽ വില പ്രിന്റ് ചെയ്യണുള്ളൂ. എന്ത് വില പ്രിന്റ് ചെയ്യണമെന്നുള്ളത് അത് കമ്പനിയുടെ അവകാശമാണ്. ഇവിടെ പെയിന്റ് കമ്പനിയൊക്കെ നമ്മൾ ചെന്ന് വാങ്ങിക്കുന്ന 150 രൂപ കിട്ടുന്ന പെയിന്റൊക്കെ വെട്ടിക്കുന്നത് 350 വില ഇട്ടാണ്. അവൻ നമുക്ക് പകുതിയിലേക്ക് താഴെ തരാണ്. അപ്പോൾ അവനെന്തെങ്കിലും കിട്ടും. ഇങ്ങനെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന ഒരു നരാധന്മാരുള്ള രാജ്യമായി പോയി നമ്മുടെ രാജ്യം. പണത്തിന് വേണ്ടി മാത്രം എന്ത് തട്ടിപ്പും ചെയ്യാം, ഇത് ചെയ്യാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും. കാരണം കോടിക്കണക്കിന് രൂപ ടാക്സ് വാങ്ങിക്കുന്നുണ്ട് വണ്ടിയിൽ നിന്ന്. എന്നിട്ട് റോഡ് ടാർ ചെയ്യുന്ന പോട്ടെ, ഈ ഫ്ലൈ ഓവർ എവിടെയെങ്കിലൊക്കെ ആവശ്യമൊരു ഫ്ലൈ ഓവർ ഉണ്ടെങ്കിൽ തിരക്കുറയില്ലേ? ഉണ്ടോ എവിടെയെങ്കിലും? ചെയ്ത് അവസാനം എല്ലാം കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കൊണ്ടുവരും. അതും ഭാഗ്യമായിട്ട്. അത്യാവശ്യം കേരളത്തിൽ ഒരു 10-60 ഫ്ലൈ ഓവറുകൾ പണിയാൻ തന്നെ ഈ ട്രാഫിക്കിന് ഒരു പരിധി ആശ്വാസം കിട്ടും. ഇപ്പം HMTയിൽ പുതിയ പരിഷ്കാരം എത്തി. ആ പരിഷ്കാരത്തിൻ്റെ ആരംഭ ദശ ഞങ്ങളുടെ ഗ്രൂപ്പ് പറഞ്ഞാണ്. പക്ഷെ അതൊരു പരിധി വരെ ശരിയാണ്. പക്ഷെ അതിനെടുക്കുന്ന അവിടെ പാലുണ്ട്. 4 വരിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ അവിടെ 2 വരെ ചുരുങ്ങാണ്. അങ്ങനെ മണിക്കൂർ ബ്ലോക്കാണ്. ഒരു അശാസ്ത്രീയമായ രീതിയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ഏത് ഡിപ്പാർട്ട്മെന്റ്, ഏത് പാർട്ടിയാണെങ്കിലും, ഇപ്പോൾ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മാത്രമല്ല, യാതൊരു ആത്മാർത്ഥ ജനങ്ങളോടോ നാടിനോടില്ല. അവന് സമ്പാദിക്കുന്നതല്ലാതെ കാടിക്കുന്ന രൂപ ടാറിങ്ങിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിക്കുന്നതല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്? മുടക്കുന്നില്ല 5-1 പോലും റോഡിൽ എന്നില്ല. ബാക്കി എല്ലാം കമ്മീഷനായിട്ട് പോവുകയാണ്. ഇതാണ് അവസ്ഥ. 2 ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ. ഒന്ന് ഇലക്ട്രിസിറ്റി ബോർഡും മറ്റൊന്ന് ട്രാൻസ്പോർട്ടിൽ പേര് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് 2 കുത്തഴിഞ്ഞ രൂപ. അതിനേക്കാൾ മോശമാണ് ലോക പ്രശസ്തമായ മെഡിസിൻ കമ്പനികൾ. അതൊറ്റ ഉദാഹരണമല്ലേ? വിലയുടെ എന്താ ചെയ്യുക? 10% വില റിറ്റെയിൽ പ്രൈസ്, 10%, 20% മാക്സിമം. 20% കൂടുതൽ വില കിട്ടും, പ്രിന്റ് വിലയാവും. സെല്ലിംഗ് പ്രൈസിന്റെ മാക്സിമം ഇടുന്നത് മാനുഫാക്ചറിങ് നോക്കുമ്പോൾ 20%. അത് ഇട്ടിരിക്കുന്നതാണ് 574 രൂപ. വെണ്ടക്കഷ്ടാണ് MRP, മാക്സിമം റിറ്റെയിൽ പ്രൈസ്. അവിടെ വിൽക്ക് 150 രൂപക്ക്. എത്ര വ്യത്യാസമുണ്ട്? 1 ഇരട്ടിയോ 2 ഇരട്ടിയോ 3 ഇരട്ടിയോ ആട്ടെ, 4 ഇരട്ടിയല്ലേ? ഇങ്ങനെയൊക്കെ തട്ടിപ്പിക്കണം. അത് അവിടെ അവസാനിക്കട്ടെ. മറ്റൊന്ന്, ഉപരാഷ്ട്രപതിയായിട്ട് ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിയെ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ മുന്നണി നിശ്ചയിച്ചു. ആകട്ടെ, കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ മുന്നണി 10% താഴെയുള്ള യാദവന്മാർ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വർഷങ്ങളുടെ മുഖ്യമന്ത്രിയായിരിക്കാണ്. 2% ഒരു ന്യൂനപക്ഷങ്ങൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായമാണ് ഏറ്റവും ടോപ്പിൽ YICCയിലും ഒക്കെ ഉള്ളത്. മറിച്ച് 20% വരുന്ന ഒരു വിഭാഗമുണ്ട് ഇന്ത്യയിൽ. അത് മുസ്ലിം എന്ന് പറയാം. ആ 20% എന്നാൽ 30 കോടി ജനസംഖ്യയാണ്. അത്രയും പേരിൽ 99.9% വോട്ട് ചെയ്യുന്നത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ മുന്നണിക്കാണ്. 10,000 വോട്ട് പോലും BJPക്ക് മുസ്ലിങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല. എന്നിട്ട് സ്ഥാനാർത്ഥി ലിസ്റ്റ് വന്നപ്പോൾ ഒരു മുസ്ലിമിനെ പേര് വെച്ചു ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഇപ്പൊ റെഡ്ഡി ഇട്ട്. ഈ റെഡ്ഡി ഗ്രൂപ്പ് ജനസംഖ്യയിൽ എത്രയുണ്ട്? 1% പോലും ഇല്ല ടോട്ടൽ.
20% മുസ്ലിങ്ങൾ നിൽക്കുക. നിങ്ങൾ ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഇപ്പോൾ നിങ്ങൾ നിശ്ചയിക്കാൻ പറ്റുന്ന പേര് ഈ പറഞ്ഞ കടന്നു ഈ രാഹുലോ പ്രിയങ്കയോ അല്ലെങ്കിൽ ഒരു കള്ളന്മാരും അത് ചിന്തിച്ചു പോലില്ല. അങ്ങനെ വർഗോട് ചിന്തിക്കുള്ളവർ അല്ലെങ്കിൽ കപിൽ സിമ്പൽ. എടോ എന്തിനാണോ 20% വോട്ട് നിങ്ങൾക്ക് തരുന്നത്? മലർന്ന് തുപ്പമ്പള്ളി അത് കാക്കാമാർക്കല്ല മുസ്ലിങ്ങൾക്ക് ഇത് വേണം എന്നുള്ളതറിയോ? അവർക്കതൊരു ഇൻഫാക്റ്റ് കോംപ്ലക്സ് ആണ്. എനിക്കത് പദവി ഉണ്ടോ, എനിക്ക് കഴിയുമോ, ഞാൻ പിന്നോക്കനാണ്, ഞാൻ സെക്കൻഡ് ഗ്രേഡ് ആണെന്ന് സ്വയം പറഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യമായിട്ട് മുസ്ലിം സമുദായത്തോട് പറയാനുള്ളത്, നിങ്ങൾ 2 കാര്യത്തിൽ ഒരു ഓത്തുവൽ പ്രതിജ്ഞ എടുക്കണം. എന്താണ്? ഒന്ന്, ഞങ്ങളുടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഞങ്ങളുടെ സമുദായം മറ്റാരേക്കാൾ മോശമല്ല. ഞങ്ങളുടെ സമുദായത്തിന് അവകാശം ചോദിക്കാനുള്ള കഴിവും തന്നെയോടും ഞങ്ങൾക്കുണ്ട് എന്ന് വിചാരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം കാക്കന്മാരെ. ഇത് നിങ്ങൾക്ക് ഒരു MLA MP ആയ അവൻ്റെ കാര്യം തീർന്ന് സമുദായം നോക്കുന്നില്ല. ഇവിടെ അംബേദ്കർ നീതിക്ക് വേണ്ടി സോഷ്യൽ ജസ്റ്റിസ് പ്രവർത്തിച്ചു കൂട്ടത്തിൽ സ്വന്തം വർഗത്തിൽ. ആ അംബേദ്കറിൻ്റെ അവസ്ഥ എവിടെയായിരുന്നു? എന്തായിരുന്നു? അദ്ദേഹത്തെ കഴിവിൻ്റെ 10-1 പോലും അംഗീകാരം കിട്ടിയില്ല. ഇപ്പോൾ മൊയ്തീൻ ഷാ, നിങ്ങൾക്ക് നിസ്സാരക്കാരെങ്കിൽ ചെറുപ്പമായിരിക്കും, നിസ്സാരക്കാരായിരിക്കാം. പക്ഷെ ഞങ്ങൾ പറയുന്ന സാമൂഹ്യ നീതിക്ക് വേണ്ടി എല്ലാവർക്കും നീതി കിട്ടാൻ വേണ്ടിയാണ്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായങ്ങൾക്ക് മറ്റുമൊപ്പം. അങ്ങനെ പറയുന്ന ആരോടൊന്നും ഇന്ത്യയിലുള്ളൂ? ആർക്കും പറയാൻ ധൈര്യമുണ്ടോ? എന്തെങ്കിലും പറയാത്തത്? രാഹുൽ ഗാന്ധി മുഖത്ത് നോക്കി വിളിച്ച് ചോദിക്കണോടോ? ഇവിടെ ജമാഅത്തുൽ ഉലമ മറ്റേ ഹിന്ദു മറിച്ച് കോപ്പിലെല്ലാം ഇതുകൊണ്ട് ഞങ്ങൾ 20% മുസ്ലിങ്ങളുണ്ട്. അത് നിങ്ങൾ 99% വോട്ട് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കാണ്. കോൺഗ്രസ് നയിക്കുന്ന ഈ നശിച്ച മുന്നണി എന്ന് പറയും, അത്രയോട് വൃത്തികേടാണ്. എന്നിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് ഞങ്ങളുടെ സമുദായത്തിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പം നിർത്താൻ പേടി? നിങ്ങളുടെ ഒപ്പം നിർത്താൻ നിങ്ങൾക്ക് പേടിയാണ്. ഇപ്പം എങ്ങനെയോ RSS BJPയുടെ അവർ നിൽക്കുന്നത് നിങ്ങൾക്ക് തന്നെ ബോധ്യമില്ല. ഇവിടെ വലിയ സോഷ്യലിസം പ്രസംഗിക്കുന്നു യാദവും മറ്റേ കോതവും ഒക്കെ. എന്നിട്ട് എന്താണ് ഈ 20% വരുന്ന മുസ്ലിങ്ങളുടെ കാര്യത്തിൽ ഒരു അഭിപ്രായം ചിന്തിക്കാത്തത്? ഞാൻ പറഞ്ഞല്ലോ, അയോധ്യയിൽ നിന്ന് ജയിച്ച ഒരു ദളിത് സമാജ്വാദി പാർട്ടി ആൾ, അദ്ദേഹം പാർലമെന്റിൽ 5-6 റൗണ്ടിൽ ബാക്കിൽ 5 നമ്പറിൽ നിന്ന് രാഹുൽ ഗാന്ധി പിടിച്ചോടുന്നു മടിയിലിരുത്തി 1-ാം റൗണ്ടിൽ. ആയിക്കോട്ടെ, തെറ്റൊന്നും പറഞ്ഞില്ല. അവിടെ അതുപോലെ ഇരുത്താൻ പറ്റിയ ഒരാളെങ്കിലും ഉണ്ടോ നിങ്ങളുടെ പാർട്ടിയിൽ? നിങ്ങൾ ആരും അവതരിപ്പിക്കുന്നുണ്ടോ? പണ്ട് കാലത്ത് എത്രയോ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുണ്ടായി, കേന്ദ്ര മന്ത്രിമാരുണ്ടായി, കേരള മന്ത്രിമാർ എത്രയുണ്ടായി. ഈ ആന്റണി മൂലം ചെന്നിട്ട് പിന്നെ മറ്റേ വേണുഗോപാൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് നടക്കുന്നു? ഇല്ല, പ്രതികരിക്കണം. പ്രതികരിച്ച സംഗതി ബോധവൽക്കരണം നടത്തിയ പ്രതികരണം ഉണ്ടാവും. ഒരു പാർട്ടിക്ക് ഇന്ന് ചോദിക്കാം, ഞങ്ങൾക്കും ജനസംഖ്യാനുപാതികമായ സംവരണം എല്ലാ മേഖലയും വേണമെന്ന് രാഷ്ട്രീയക്കാരോട് മുഖത്ത് ചോദിക്കാൻ എന്താ ഈ കാന്തപുത്രനും കുഞ്ഞാക്കാക്കുമൊക്കെ ധൈര്യമില്ലാത്തത്? കുഞ്ഞാക്കൊക്കെ ഇപ്പോഴും മറ്റേ രമേഷിൻ്റെയും സതീഷിൻ്റെയൊക്കെ പുറത്താണ് റാമുള്ളി ഓച്ചാനിച്ച് 2-3 മന്ത്രിസ്ഥാനം കെട്ടി അങ്ങനെ ഓച്ചാനിച്ച്. എന്തോടോ നിങ്ങളാ മുസ്ലിമിൻ്റെ പേര് മാറ്റി ഒരു ദേശീയ ധാരയിൽ വന്നാൽ നിങ്ങൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയൊക്കെ എല്ലാ അവകാശമുണ്ട്. ഇത് വെറുതെ പോലെ കണക്കുകൾ ഉദ്ദേശിച്ച പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ ഇങ്ങനെ ജനസംഖ്യയുടെ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ വെറും 9% വരെ നായർ വിഭാഗം. നായരോട് എനിക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല, അവരൊക്കെ ബഹുമാനിക്കേണ്ടത് തന്നെയാണ്, ബഹുമാനം അർഹരാണ്, യാതൊരു സംശയമില്ല. പക്ഷേ നീതി ലഭിക്കണ്ടേ? ഇപ്പം നിങ്ങൾ നോക്ക്, കോൺഗ്രസ്സിൽ ഏതാണ്ട് UDF ഒരു സാധ്യത ഉണ്ടെന്ന് മനോക്കോട്ട കെട്ടുന്ന ഇപ്പോൾ BJPയിലെ സവർണർ കുറെ കമ്മ്യൂണിസ്റ്റ് പോലെ സവർണരൊക്കെ കോൺഗ്രസിൽ ഒരു സീറ്റ് ഉറപ്പിക്കുകയാണ്. ജനസംഖ്യ വെച്ച് നോക്കിയാൽ സതീശൻജി രമേഷ് ജനസംഖ്യ വെച്ച് നോക്കിയാൽ 9% വരുന്നവർക്ക് 12 സീറ്റാണ് കേരളത്തിൽ അർഹതയുള്ളത്. അവിടെ 15 സീറ്റ് കൊടുക്കാം. ഇവിടെ കേരളത്തിൽ 15, 10, 12 മന്ത്രിമാരെ LDFിൽ. അപ്പോൾ LDF തട്ടിപ്പ് മനസ്സിലായില്ലേ? ജാതി സെൻസസ് കൊണ്ടുവരുന്ന പറഞ്ഞപ്പോൾ LDF അത് പറ്റില്ല. പക്ഷെ ഇവിടെ 10% മുന്നോക്ക സമുദായത്തിൽ സംഭവം ഒന്നും ചോദിക്കുക, അപ്പം തന്നെ ഈ പിണറായി പാസ്സാക്കിയല്ലോ, LDF പാസ്സാക്കിയല്ലോ. 10% പറഞ്ഞാൽ 100%, 9% പാർട്ടിക്ക് 10% സംവരണം കൊടുത്താൽ 120% കണക്ക്. അതിന് പുറമെയാണ് 50% ജനറൽ മെറിറ്റിൽ വരുന്നത്.
അങ്ങനെ വരുമ്പോൾ എല്ലാം കൊണ്ട് 70-75% ഈ 9% വരും. പിന്നെ 15% വരുന്ന 10% വരുന്ന സവർണ ക്രിസ്ത്യാനിയുടെ അത് കുറച്ച് പിന്നെ ഇപ്പോഴും ജനസംഖ്യ ആനുപാതി വന്നിട്ടില്ല. അത് ചോദിക്കാൻ വെള്ളാപ്പള്ളി കഴിവില്ല. ഇത് മുസ്ലിങ്ങളെ ലീഗിനെയും കുറ്റം പറയും. എന്താണ് അവർക്ക് ആ സമുദായത്തിൽ ഒരു ജാതീയത പറഞ്ഞാൽ മാത്രമേ അടുത്ത പ്രാവശ്യത്തേക്ക് പുള്ളിക്ക് നൽകൂ. അടുത്ത പ്രാവശ്യം നിന്നല്ലെങ്കിൽ പിറ്റേ ദിവസം അകത്താണ്. SNDP സാധനം മാറിക്കഴിഞ്ഞാണല്ലോ. പിണ്ടായി അകത്താണ്. അത് വെള്ളപ്പള്ളി അകത്താണ്. അത് വെള്ളപ്പള്ളിക്ക്. അതുകൊണ്ട് ഇപ്പോൾ ജാതി കാർഡ് കളിക്കുകയാണ്. എല്ലാ കാട്ടുകള്ളന്മാരും അവസാനം ഒരു ജാതി കാർഡ് കളിക്കുക. നീതി എവിടെ? അത് ഞാൻ പറഞ്ഞില്ല. ഈഴ വിഭാഗം 21% കേരളത്തിൽ. ഇതെന്താ ഈ കോൺഗ്രസ് നേതാക്കളും മറ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മനസ്സിലാക്കാത്ത? 23% ഈഴ വിഭാഗത്തിൽ ഈ വരുന്ന അസംബ്ലി ഇലക്ഷൻ ഈ 90% LDFിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക. ഈ കഴിഞ്ഞ വർഷം 80% വരെയായി. അത് 90 ആകും. ബാക്കി 10%. അതിന് 4-1 എത്രയാണ്? 2%. 2%ത്തിലൂടെ പകുതി BJPക്ക്, പകുതി കോൺഗ്രസും. എന്ന് പറഞ്ഞാൽ 100 ഈഴവൻ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ഒരു വോട്ടാണ് ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDFിന് കിട്ടുന്നത്. ഇനി വീണ്ടും മനസ്സിലാക്കുക. ഇത് കൊച്ചു കുട്ടികളെ പോലെ ക്ലാസ് എടുക്കുക പോലെ പറയേണ്ടി വന്ന നാണമുണ്ട്, ലജ്ജയുണ്ട്. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? 9% നായർ വിഭാഗം. അതിൽ കഴിഞ്ഞ 50% സംഘപരിവാറിൻ്റെ അല്ലെങ്കിൽ BJPൻ്റെ വോട്ടുകൾ വോട്ട് ചെയ്തത്. ഇത്തവണ 70-75% വരും. മറ്റു പല കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട് വരുന്നത്. ആ ഭാഗ്യത്തിലും അപ്പോൾ അത് 110 വോട്ട് നായർ വന്ന് വോട്ട് ചെയ്യുമ്പോഴേ ഒരു നായർ വോട്ട് കോൺഗ്രസ് കിട്ടുന്നത്. 110 വോട്ട് ചെയ്താലേ ഒരു വോട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഈഴവൻ എത്രയായി, നായർ എത്രയായി? ഇനി ക്രിസ്ത്യാനി നോക്കുക. 18% അത് 15ആയി. 5%, 6% പിന്നെ ദളിത് ക്രിസ്ത്യാനിയാണ്. ബാക്കി 9% ഉള്ളൂ. ഇവിടെ 10% ഉണ്ടെങ്കിൽ ഏതാണ്ട് 100 ഒരു ക്രിസ്ത്യാനി വോട്ട് 5 വോട്ട് UDFിന് കിട്ടും. അതാണ് ആകെ കിട്ടുന്ന ഒരു ഇത്. പിന്നെ ദീപന്മാരൊക്കെ ചേർത്താണ്, മുക്കുമാരൊക്കെ ചേർത്താണ്. അവർ നമ്മൾ 3% ഓരോ വോട്ടും 3 പേർക്ക് കിട്ടും. 100 വോട്ട് ചെയ്യുമ്പോൾ 1 വോട്ട് കിട്ടും. പിന്നെ എവിടെ നിന്നാണ് വോട്ട് കിട്ടുന്നത്? ഇത്രയും കാലം ഈ രമേശും ആന്റണിയും കരുണാകരനൊക്കെ എവിടുന്ന് വോട്ട് കിട്ടിയാൽ ഭരിച്ചത്? ഈ പാവം കാക്കാന്മാർ വോട്ട് കിട്ടിയാണ്. പക്ഷെ ആ കാക്കാന്മാരോ മണ്ടന്മാരും പിന്നെ വിദ്യയില്ലാത്തവരായിപ്പോയി, ബുദ്ധിശൂന്യായിപ്പോയി. ആനക്കാനയുടെ കണ്ണറിയില്ലെന്ന് പറമ്പില്ല, അല്ല ആനക്കാനയുടെ വലിപ്പറിയില്ലെന്ന് പറമ്പില്ല. കുഞ്ഞു കണ്ണാണല്ലോ. ഈ ബാക്കിയുള്ള അതായത് ഇത്രയും ശതമാനം വോട്ട് 38% ടോട്ടൽ വോട്ടിൽ ചെയ്യുന്ന സമുദായമാണ് മുസ്ലിം. അവർക്ക് അവരുടെ കഴിവ് മനസ്സിലാക്കാതെ കുഞ്ഞാക്ക ലീഗിൻ്റെ പേരും പറഞ്ഞ് ഈ സതീശിനെയൊക്കെ ഓച്ചാനിച്ച് നിന്ന് നക്കാപ്പിച്ച വാങ്ങിച്ചു പോയി. ബാക്കി സമുദായത്തെ വിറ്റ് അവർ നക്കാപ്പിച്ച വാങ്ങിച്ചു പോകണം. അവിടെ നിങ്ങൾ പറയണ്ടേ ഞങ്ങളുടെ സമുദായം അത് വർഗീയതല്ലെന്നേ. നമുക്ക് അവകാശപ്പെട്ട് ചോദിക്കുന്നത് വർഗീയതല്ലടോ. ഞാനും ദേശീയ മുസ്ലിമാണ്, ഞാൻ ഇൻ്റർനാഷണൽ മുസ്ലിമാണ്, ഇൻ്റർനാഷണൽ തിങ്കറാണ്. എനിക്കറിയാം വർഗീയം എന്താണ്, ജാതി എന്താണ്. സമനോൻ്റെ കാര്യത്തിന് വേണ്ടി, അവകാശത്തിന് വേണ്ടി വാദിക്കുന്നത് വർഗീയതല്ല, അത് അഭിമാനമാണ്, അന്തസ്സാണ്. പക്ഷേ ഇല്ല, ഇവിടെ പല മുസ്ലിങ്ങൾക്കും ഇല്ല. ഒന്നുമില്ല, അവൻ അമ്മയിലേക്ക് ഒതുക്കി, അല്ലെങ്കിൽ ഭീരുത കൊണ്ട് വിടുന്നില്ല. ഞാൻ നിങ്ങൾ അന്ധമായിട്ട് RSS എതിർക്കുന്നു അല്ലെങ്കിൽ BJP എതിർക്കുന്നല്ല പറഞ്ഞത്. അതൊന്നും ആരില്ല. RSSും BJPക്കും യാഥാർത്ഥ്യമില്ല. അത് നമ്മൾ അംഗീകരിച്ചേ തീരൂ, അതില്ല. പക്ഷെ നമുക്ക് നമ്മുടെ അവകാശം ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ലേ? കൂലിവേലൊക്കെ മുസ്ലിം സമുദായം 3 തരക്കാരാണ്. എല്ലാ സമുദായത്തിലാണ് മുസ്ലിം പ്രത്യേകിച്ച്. എന്നാൽ ഒന്ന് നിരാശരായിപ്പോയി, പിന്നെ ദാരിദ്ര്യമായിട്ട് നിരാശരായിപ്പോയി. മറ്റ് സമ്പത്ത് കൂടിയിട്ട് അലസായി. ബാക്കി മൊയ്തീൻ ഷാപ്പിലെ സമ്പത്തുമല്ല ദരിദ്രനുമല്ല. ആ നിലക്ക് ഈ ചിന്ത വരുന്നത്. അങ്ങനെ കുറച്ച് വിഭാഗം അവർ ചിന്തിച്ചിട്ട് ഇത്രയൊക്കെ നടക്കുന്നത്. എന്ത് പറ്റി? 38% വോട്ട് ചെയ്ത് UDF ജയിപ്പിച്ചാൽ കുഞ്ഞാക്കൾക്ക് ഈ സതീശന്റെ പുറകെ വാല പിടിച്ച് കണ്ട് ഓച്ചാൻ ചിത്തേണ്ട ഒരു മന്ത്രിസ്ഥാനം കിട്ടിയില്ല. അത് സതീഷ് കുഞ്ഞാക്ക നിങ്ങളുടെ മുമ്പിൽ സതീശൻ ആര്, രമേശ് ആര്? നിങ്ങൾക്ക് സീനിയോറിറ്റി ഉള്ള ആൾ ഇന്ന് ആരാ കേരളത്തിൽ, കേരള രാഷ്ട്രീയത്തിലുള്ളത്? പിണറായി സർക്കാരും മാറ്റി നിർത്തിയപ്പോൾ നിങ്ങൾക്ക് സീനിയോറിറ്റി ഒരാൾ പറയടോ UDFിലോ LDFിലോ? അത് നിങ്ങളിപ്പോൾ ഓച്ചാനിച്ചേക്കല്ലേ? പ്രിയങ്ക ഗാന്ധി ഓച്ചാനിച്ച്, രാഹുൽ ഓച്ചാനിച്ച്. അയക്കടെ അവകാശം എന്ന് പറയണം, ആ ചങ്കുറ്റം കാണിക്കണം. എവിടെ ശക്തിയുണ്ടോ അവിടെ അംഗീകാരമുണ്ട്. അതൊക്കെ നമ്മൾ ചോദിക്കണം, അളവാൽ നേടിക്കുക. അപ്പോഴേ മനുഷ്യത്വമുള്ളൂ, സമുദായ സ്നേഹമുള്ളൂ. ഇത് കാണുമ്പോൾ ബുദ്ധി മറിഞ്ഞ് വോട്ട് ചെയ്യുന്ന പ്രാർത്ഥനപ്പോൾ
ബുദ്ധിയില്ല പിന്നെ ആദ്യമായി പിന്നെ ഒന്നും അറിയില്ല, ഭാഗത്തായി കഴിഞ്ഞാൽ ഒന്നും ചെയ്തില്ല. ഇത് ബുദ്ധി ഉള്ളപ്പോൾ ഇത് കാണുമ്പോൾ വാസ്തവം നമുക്ക് നിരാശ തോന്നുന്നുണ്ട്, സങ്കടം തോന്നുന്നുണ്ട്. കാരണം എൻ്റെ കൗമ്, എൻ്റെ സമുദായം, എൻ്റെ വിഭാഗം ഇത്രയും മണ്ടന്മാരും അലസന്മാരും ബുദ്ധിശൂന്യമായി പോയി പറയുമ്പോൾ സങ്കടമുണ്ട് വാസ്തവത്തിൽ. ഇനി നിങ്ങളെയൊക്കെ മാറ്റിവെച്ച് നിങ്ങൾ സമുദായത്തിൽ വാദിക്കാതെ അന്യ സമുദായത്തിൽ വാദിച്ചോ. അന്യ സമുദായത്തിൽ വായിക്കണ്ടെന്നല്ല വന്നത്. പക്ഷേ എന്ന് വെച്ചാൽ അന്യ സമുദായം നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നില്ല. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അതിൻ്റെ ഇപ്പോൾ പറഞ്ഞുതരാം. ഇവിടെ മുസ്ലിങ്ങൾ രൂപീകരിക്കുന്ന ഒരു സംഘടനയിൽ ദളിത് പോലും വരില്ല. പക്ഷെ ദളിത് രൂപീകരിക്കുന്ന സംഘടന മുസ്ലിങ്ങൾ പോകുന്നുണ്ട്. പിന്നെയാണ് ഈഴവനും നായർ പോലെ സാധനം വരില്ല. അതാണ് മുസ്ലിം ലീഗ് കൊണ്ടുനടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആ വിഷയം അറിയുന്നില്ല. അവർ സംഘടന രൂപീകരിച്ചോ അറിയാം, വരില്ല. അപ്പോൾ നിങ്ങൾ എത്ര പരിഷ്കാരിയായാലും എത്ര ശാന്തമായാലും നിങ്ങൾ മുസ്ലിം തന്നെ പേരാണോ, നിങ്ങളെ അങ്ങനെയാണ് കാണുകയുള്ളൂ. അപ്പം അതുകൊണ്ട് ചെറുത്ത് നിൽക്കണം. എങ്ങനെ ചെറുത്തണം? ആയുധമെടുത്തല്ല, പ്രവൃത്തിയിൽ അവകാശം നേടാൻ വേണ്ടി സജ്ജരാകണം, സന്നദ്ധരാകണം, ചെറുത്ത് നിൽക്കണം. ചെറുത്ത് നിന്ന് പ്രവൃത്തിയിൽ, അല്ലാതെ ആയുധമെടുത്തും ലഹളി ഉണ്ടാക്കാനല്ല പറഞ്ഞത്. അങ്ങനെ ചോദിച്ച് നിങ്ങൾ വാങ്ങിയെടുക്കണം, വാങ്ങിക്കൊടുക്കണം. എല്ലാവർക്കും ഒരുപോലെ കഴിവുണ്ടാവില്ല. ചിലർക്ക് കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും, ചിലർക്ക് പണം കൊടുത്തിട്ടില്ല, ചിലർക്ക് എല്ലാ ദിവസവും ആൾക്കാരവരില്ല. അപ്പം അല്പം സമ്പത്തും പിന്നെ സൗകര്യമൊക്കെ ഉള്ളവർ നിങ്ങൾ ബാഹ്യമായിട്ട് കൂടി, വെറും ആത്മീയമായിട്ട് മാത്രം പോലെ ബാഹ്യമായിട്ട് ചിന്തിച്ചിട്ട് സാധാരണക്കാർ കുറയ്ക്കണം. ചില പുണ്യാളമായിട്ട് ആത്മീയമായിട്ട് നിൽക്കും, വേറെ ഭൗതികമായിട്ട് ഒന്നുമില്ല. ഇപ്പോൾ ഒരു വിഭാഗമുണ്ട് ഇവിടെ ഇന്ത്യയിൽ, എന്താണ് തബ്ലീഗുകാർ. അവർ ഭൗതികമായിട്ട് ഒരു ചിന്തയില്ല, ഒക്കെ താടി നീട്ടി തഴമ്പും വച്ച് വളരെ ആത്മീയം മാത്രം. അതുകൊണ്ട് അവൻ ജീവിച്ചു എന്നല്ലാതെ സമൂഹത്തിന് എന്ത് കുഴപ്പമില്ല ഗുണമുള്ളത്? അങ്ങനെയല്ല. അങ്ങനത്തെ ആത്മീയം വേണം, അതിൽ സംശയമില്ല. പക്ഷെ ഭൗതികം കൂടി വേണം. മറ്റു ചിലവരുണ്ട് അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, അതൊന്നും അവന് നോക്കണം. കഷ്ടമാട്ടോ ഈ വർഗത്തെ, ഈ സമുദായത്തെ, ഈ സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കഷ്ടമാണ്. അല്പം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങൾക്ക് എന്താണ് പോരായ ഇന്ത്യയിൽ? എല്ലാ നിലക്കും നിങ്ങൾക്ക് ശക്തിയും കഴിവില്ലേ ഒരു പരിധിവരെ? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ അവകാശം നേടിയെടുക്കാത്തത്? അവകാശം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വർഗീയതല്ലെന്നേ. ഒരു നാലിന കോൺഗ്രസ് അല്ലെങ്കിൽ നമ്മൾ മുട്ടിയെടുത്ത കൊണ്ടും താഴ്മ്പും താടിയുള്ള ഒരു മുസ്ലിമല്ല ഞാൻ. ഇന്റർനാഷണൽ തിങ്കർ തന്നെയാണ്, ദേശീയ മുസ്ലിമാണ്. എനിക്കറിയാം എന്താണ് മാന്യത, എന്താണ് മാന്യത കിടന്ന്. ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നു, അവനവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്നതിൽ യാതൊരു വർഗീയതയില്ല. തന്നെയുമല്ല, അവനവൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോഴേ അവന് അംഗീകാരം കിട്ടുള്ളൂ, അവന് അവകാശം കിട്ടും, അവന് സമൂഹം അംഗീകരിക്കുള്ളൂ, അവന് ആൾക്കാർ വിലയിരുത്തുക. അവൻ കൊള്ളട്ടെ, അവൻ അവൻ്റെ സമുദായത്തിന് വേണ്ടി വാദിക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുന്നതിനൊപ്പം തന്നെ സമുദായത്തിന് വേണ്ടി വാദിക്കണം. അതേ ഞാൻ പറഞ്ഞല്ല, സമുദായത്തിൽ വാദിച്ച് ഒതുക്കിപ്പോലെ വർഗീയവാദ ചിന്തയല്ല. മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുന്നതോടൊപ്പം തന്നെ സമുദായത്തിനെ കൂടി ഉന്നമനത്തിൽ പ്രവർത്തിക്കണം. അതിവിടെ പലർക്കും ഇല്ല. ഞാൻ പറഞ്ഞു, ഒരാൾ KPC പ്രസിഡന്റ് ഒരു റെക്കമെൻഡ് ചെയ്തിട്ട് അയ്യോ വേണ്ട കോൺഗ്രസിൻ്റെ ഒതുക്കു തോന്നി. സത്യമാണത്. അത്ര ഗഡ്സില്ലാത്തവരാണ്. അതല്ലേ മനസ്സിലാക്കേണ്ടത്. എന്നാണ് നിങ്ങളത് മനസ്സിലാക്കുക? ഞാൻ രാഹുലിനോട് ചോദിക്കുകയാണ്, അതായത് രാഹുൽ ഗാന്ധിയുടെയും നമ്മുടെ ലാലുജിയുടെ മകൻ്റെ കൂടി തേജസ്വി യാദവിൻ്റെയൊക്കെ ജാതിയും സമരമൊക്കെ വളരെ എഫക്റ്റീവാണ്. അത് മഹാത്മാഗാന്ധി പോലെ ഇന്ത്യ ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണെന്ന് പറയും പോലെ എഫക്റ്റീവാണ്. ജനങ്ങൾ ഒഴുകുന്നുണ്ട്. അതൊക്കെ നല്ലതിന് സംശയമില്ല. അത്ര കണ്ട് ഈ ഗവൺമെൻറ് ഭരണം ഇവിടെ ബുദ്ധിമുട്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്താണ് ഈ 20% വരുന്നവരെ വോട്ട് നിങ്ങൾക്ക് 99% നിങ്ങൾക്ക് ചെയ്തിട്ട് അത് ഒരു വിലയില്ലേ? ഒരു 2%, 3%, 0.03 103%ഒക്കെ ഉള്ള 103 പറയുമ്പോൾ 3%, 0.03, 1000 1% ഉള്ളൂ. 1003% ഇവിടെ ഈ നായർ വിഭാഗം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദേശീയ ലെവലിൽ ജനസംഖ്യ. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളും കൊടുക്കുന്നത് എത്ര വലുതാണ്. അവർക്ക് കൊടുക്കണം എന്നല്ല, പക്ഷെ എന്താണ് 20% ഒരു വിലയില്ലേ? എന്താ നിങ്ങൾ ചോദിക്കാത്തത്? ഈ റാമുളി നിൽക്കണോ? നിങ്ങൾ MLA ആകണം, മന്ത്രി ആകണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതല്ല ശരി.
അവിടെ ഇതിനു വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും. രാഹുലിനോടും പ്രിയങ്കയോടും പറയാനുള്ളത്, നിങ്ങൾ അധികാരത്തിൽ നിന്ന് അധികാരം ആസ്വദിച്ചാൽ അതിന് കുഴപ്പമില്ല. നിങ്ങൾ ഇപ്പോഴത്തെ പ്രവൃത്തി വോട്ടേഴ്സിൻ്റെതായിട്ട് നമുക്ക് 100% ശരിയാണ്, അതിലൊരു സംശയമില്ല, അവർക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അപ്പോഴും ഈ വിഭാഗത്തെ എല്ലാവരും ശ്രദ്ധിക്കണം, അക്കൂടെ ഈ വിഭാഗത്തെ ശ്രദ്ധിക്കണം. കാരണം അന്തിമമായിട്ട് ഞാൻ പറയാം, ഈ 20% വരുന്ന 99% വോട്ട് കിട്ടുന്ന ഒരു വിഭാഗം ഇന്ന് ഇന്ത്യയിലില്ല. BJPക്കും ഇല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിക്കും ഇല്ല, ബാക്കിയൊന്നുമില്ല. അത്ര പേരില്ല. ഈ റെഡ്ഡിയൊക്കെ എത്ര 1% പോലും ഇല്ല. 50,000 മറ്റോ ആകെ ജനസംഖ്യ റെഡ്ഡി ഗ്രൂപ്പുള്ളൂ. ലക്ഷം പോലും തികയില്ലെന്ന് എൻ്റെ ഒരു രഹസ്യ റിപ്പോർട്ട് കിട്ടുന്നത്. ആ ആൾ ജസ്റ്റിസ് നിങ്ങൾ കണ്ടുപിടിച്ചു. പക്ഷെ 20% വോട്ട് ചെയ്ത് നിങ്ങൾ ശ്രദ്ധയിൽ പോലില്ല. അതാണ് രാഹുലെ നിങ്ങൾക്ക് വഴി തെറ്റിക്കുന്നത്. നിങ്ങളങ്ങ് ധൈര്യമില്ലെങ്കിൽ പിന്നെ എങ്ങനെ മുന്നിട്ടു പോകുന്നത്? അതുകൊണ്ട് കാത്ത് ഇരുന്ന് ന്യായമായ രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ പോലും ഈ സമുദായത്തെ വോട്ട് മുക്കാക്കാശ് വിൽക്കാൻ സമ്മതിക്കില്ല, അതിൻ്റെ സാഹചര്യം ഒരുക്കും എന്ന് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.